നീ മാത്രം, ഞാനുമുണ്ട്. സഞ്ചിക്കകത്ത് എന്താ കാണിക്കേണ്ട വരും. സഞ്ചിക്കകത്ത് എന്താ സഞ്ചിക്കകത്തൊന്നുമില്ല, നീ പറഞ്ഞേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഫ്രം മെൽബൺ സിറ്റി. നമ്മൾ മെൽബൺ സിറ്റിയിൽ ന്യൂ ഇയറിൻ്റെ തലേ ദിവസം, ന്യൂ ഇയർ ഈവന് ഡിസംബർ 31 ലൈറ്റ്സ് ആൻഡ് ഫയർ വർക്ക്സ് കാണാൻ വേണ്ടി പോകുന്നതാണിത്. ഞാൻ മാത്രമല്ല, ഓൾറെഡി ആദ്യം തന്നെ പറഞ്ഞ പോലെ വീഡിയോയിൽ ഇനിയും ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ 4 പേരാണ് ഇപ്രാവശ്യം സിറ്റിയിൽ ലൈറ്റ്സ് കാണാനും 31st നൈറ്റിൻ്റെ ഫയർ വർക്കില്ലേ അത് കാണാനും പോകുന്നു. മെൽബൺ സിറ്റി ഭയങ്കര ബിസി ആട്ടോ. ഒരുപാട് ഏരിയകളിൽ ഫയർ വർക്ക്സ് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഉള്ള ഫ്ലാഗ് സ്റ്റാഫ് ഗാർഡനിലാണ്. ഇവിടെ ഓൾറെഡി കുറേ ഇവൻറ്റ്സ്, സൈലൻറ്റ് ഡിസ്കോ, അങ്ങനെ പല സംഭവം ഫ്രീ ആയിട്ട് തലയിൽ വെക്കുന്ന തൊപ്പി. ആൻഡ് ഇതാണ് നമ്മുടെ കൂടെയുള്ള ആളുകൾ, ടിജോ ആൻഡ് നീതു. ഒന്നിച്ച് ഈ പ്രാവശ്യമുള്ള ഫസ്റ്റ് ന്യൂ ഇയർ ആണ് ഇവിടെ മെൽബണിൽ. കഴിഞ്ഞ വർഷം നമ്മൾ ബെൻഡിഗോയിൽ ആഘോഷിച്ചപ്പം നീത്തും ഉണ്ടായിരുന്നു. അപ്പം നമ്മളൊരു പിക്നിക് ഷീറ്റൊക്കെ ആയിട്ട് പോയി അവിടെ കൊണ്ട് വിരിച്ച് ഒരു പൂരപ്പറമ്പിൻ്റെ എഫക്റ്റ് ആണ് കേട്ടോ. നാട്ടിലൊക്കെ പണ്ട് ഈ കൺവെൻഷനൊക്കെ പോകുമ്പോൾ ഉള്ള ഫീലിംഗ് എനിക്ക് തോന്നി. നമ്മുടെ കയ്യിൽ ഈ ഗ്ലോ സ്റ്റിക്കിൻ്റെ ഒരു പാക്ക് ഉണ്ടായിരുന്നു. ഇതെന്നാ സംഭവം എന്ന് വെച്ചാൽ ഇതിങ്ങനെ സ്ട്രിപ്സ് ആയിട്ട് വരുവേ. എന്നിട്ട് ഇത് ഓരോ ഷേപ്പിൽ ഹെയർ ബാൻഡ് ആയിട്ടും കണ്ണാടിയായിട്ടും ഉണ്ടാക്കാം. അപ്പോൾ ഈ സ്റ്റിക്കിനെ പുറത്തെടുത്ത് ഇതിന് നമ്മളിങ്ങനെ ഷേക്ക് ചെയ്യുകയോ ഒടിക്കുകയോ ചെയ്യുമ്പോൾ ഇതിനകത്ത് ലൈറ്റ് കത്തും പല കളറിൽ. അങ്ങനെ ഇതാ ഞാൻ കണ്ണാടി ഉണ്ടാക്കി, ഹെയർ ബാൻഡ്, തൊപ്പി, അങ്ങനെ പല ഐറ്റംസ് ഉണ്ട്. ഇതിനൊരു വലിയ കഥയുണ്ട്. കഴിഞ്ഞ ന്യൂ ഇയറിന് ഞാനും പോളും നീത്തുവും, അന്ന് ടിജോ എത്തിയിട്ടില്ല, നമ്മൾ ബെൻഡിഗോയിലാണ് ന്യൂ ഇയർ ആഘോഷിച്ചത്. അപ്പം നമ്മൾ അവിടെ 31st പോയി ഇരുന്നപ്പം ഒരു അമ്മയും 3 മക്കളും ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു. എല്ലാവരുടെയും കണ്ണിലും തലയിലും ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ നോക്കി ഇത് എവിടെ നിന്ന് കിട്ടുന്നതെന്ന് ഓർത്ത് തപ്പി നടക്കുക. കാശ് കൊടുത്ത് വാങ്ങിക്കാൻ റെഡിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അമ്മയും 3 മക്കളും ഇരുന്ന് ഉണ്ടാക്കുക. നമ്മൾ അവരോട് പോയി ചോദിച്ചു, ഇത് എവിടെ നിന്നാണ് വാങ്ങുന്നതെന്ന് ചോദിച്ച ഉടനെ അവർ ഞങ്ങൾക്ക് 3 പേർക്ക് 3 കണ്ണാടി ഉണ്ടാക്കി തന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഷെയറിങ് ഈസ് കെയറിങ് എന്നുള്ളൊരു വലിയ മെസ്സേജ്, ഒരു സ്ട്രേഞ്ചർ തന്ന ഒരു ഹാപ്പിനെസ്. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഫോട്ടോയും ഭയങ്കര ഹാപ്പി ഫോട്ടോ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രാവശ്യം എന്നെ അടുത്തു ഞങ്ങളും ഷെയർ ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങളൊരു ഇതുപോലെ വിരിച്ചിരുന്ന് തമാശയ്ക്ക് 5 രൂപ എന്നൊക്കെ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഞങ്ങൾ ഇതുപോലെ കുറേ കണ്ണാടികളും തൊപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിലെ നമ്മളെ നോക്കി ഇങ്ങനെ ഞങ്ങൾ അന്ന് നോക്കി കൊതി പിടിച്ച പോലെ നമ്മളെ നോക്കിയ പിള്ളേർക്കും വലിയവർക്കും ഒക്കെ കൊടുത്തു. അങ്ങനെ അവിടെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പുറകിൽ ഭയങ്കര ആൾക്കൂട്ടം. എന്തോ സെലിബ്രിറ്റീസ് വന്നതെന്നോർത്ത് നോക്കുമ്പം 2 പോസംസ് മരത്തേന്ന് താഴെ വന്നിരിക്കുക. എന്നാന്നറിയോ സംഭവം? 9:30 ഒരു മിനി വെടിക്കെട്ടുണ്ടായിരുന്നു. അതും ഈ ആൾക്കാരുടെ ബഹളവും ഡിസ്കോയും ലൈറ്റും എല്ലാവരും കണ്ടിട്ട് ഇവർക്ക് വട്ടായതാന്ന് തോന്നുന്നു. പാവം, ഇതാണ് പോസംസ്. എനിവേയ്സ്, ന്യൂ ഇയറിൻ്റെ ലൈറ്റ് വർക്ക്സ് ആണ് കേട്ടോ ഈ കാണുന്നത്. 12 മണിക്ക് തന്നെ ന്യൂ ഇയറിൻ്റെ ലൈറ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ അത് കണ്ടു കഴിഞ്ഞ് നേരെ നമ്മളിന്ന് കാറും കൊണ്ടാണ് പോയ ഭാഗ്യം. അങ്ങനെ എന്തായാലും പാർക്കിംഗ് കിട്ടിയോണ്ട് തിരിച്ചു വന്നു. ഇത് ന്യൂ ഇയർ ഡേയുടെ നമ്മുടെ കുക്കിംഗ് ആണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പം മെനു ഞാൻ ഇപ്രാവശ്യം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്കോച്ച് എഗ്ഗാണ്. സ്കോച്ച് എഗ്ഗ്, പാലപ്പം, ഫിഷ് മോളി, അതേപോലെ സ്വീറ്റായിട്ട് പാവ്ലോവയാണ് ലാസ്റ്റ്. അപ്പം സ്കോച്ച് എഗ്ഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ട സാധനങ്ങൾ: ബീഫ് മിൻസ് ചെയ്ത് വെക്കുക, അതുപോലെ സവോള, പച്ചമുളക്, ജിഞ്ചർ, ഗാർലിക്, ഇത്രയും സാധനങ്ങളും പുഴുങ്ങിയ മുട്ടയും മതി. പിന്നെ ഇതിനെ ലാസ്റ്റ് വറുത്തെടുക്കാൻ വേണ്ടി ബീറ്റ് ചെയ്ത എഗ്ഗും ബ്രെഡ് ക്രംസും കുറച്ച് കോൺഫ്ലോറിൻ്റെ പൊടിയും മാത്രം മതി. സ്കോച്ച് എഗ്ഗിൻ്റെ ഫോട്ടോ ലാസ്റ്റ് കാണിക്കാവേ. ഇത് ഭയങ്കര ഒരു എന്താ പറയുക, പ്രസ്റ്റീജിയസ് ഡിഷാന്ന് തന്നെ പറയാം. അതിനിടയ്ക്ക് ആവോലി മീനിനെ വറക്കുവാണ് നമ്മളുടെ ഫിഷ് മോളിക്ക് വേണ്ടിയിട്ട്. അപ്പം സാധാരണ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ, പക്ഷേ ഇത് സ്പൈസി ആയിട്ടാണ് ബേസ് ഉണ്ടാക്കുന്നത് സ്കോച്ച് എഗ്ഗിന്. എന്നിട്ട് ഇതുപോലെ ഉണ്ടാക്കി വെക്കുക. അതിനുശേഷം പുഴുങ്ങിയ മുട്ടയെ ഇതിനെ അകത്ത് വെച്ചിട്ട് കവർ ചെയ്തെടുത്ത ശേഷം ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗിനകത്ത് മുക്കി ബ്രെഡ് ക്രംസ് ഇട്ട് വറുത്തെടുത്താൽ മതി. അപ്പോൾ കിച്ചണിൽ വളരെ ബിസിയാണ് നമ്മുടെ മെയിൻ ഷെഫ് പോളാണ്. പാലപ്പവും ഫിഷ് മോളിയും ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഞാൻ മേൽനോട്ടം വഹിക്കുന്നുണ്ട്, നന്നായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. ഫിഷ് മോളി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ ഫിഷ് മോളിയും ആവോലിയും മീനിട്ടിട്ടാണ്. പാലപ്പം കഴിഞ്ഞ ക്രിസ്മസിന് ഞങ്ങൾ ഉണ്ടാക്കി ചീറ്റി പോയതാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ ട്രയൽ ചെയ്ത് പാലപ്പവും സക്സസ്ഫുള്ളി ഉണ്ടാക്കി. എനിവേയ്സ്, നമുക്ക് വേഗം തന്നെ നമ്മുടെ റെഡിയാക്കിയിരിക്കുന്ന മിക്സ് ചൂടാറിയത് കൊണ്ട് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയെ കവർ ചെയ്ത് സ്കോച്ച് എഗ്ഗിനെ റെഡിയാക്കാം. സ്കോച്ച് എഗ്ഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിദേശ ഫുഡാണ്. എന്നാൽ നമ്മുടെ തലശ്ശേരി സൈഡിലൊക്കെ ഇതിനെ കിളിക്കൂടെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുകയും ചെയ്യും, കാടമുട്ടയൊക്കെ ഇട്ടിട്ട്. ഇത് ഞാൻ ബീഫ് ബേസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ചെറിയ ഷോർട്സ് വീഡിയോ ഞാൻ നമ്മുടെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യും, ഒന്ന് കണ്ടു നോക്കണം. ഇത് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുട്ട നമ്മൾ നല്ലപോലെ പുഴുങ്ങിയല്ല ഫ്രൈ ചെയ്തെടുത്ത ശേഷം 2 പേര് കൂടി കട്ട് ചെയ്തിട്ട് വേണം കഴിക്കാൻ. ഭയങ്കര ഫീലിംഗ് ഉള്ളൊരു പ്രസ്റ്റീജിയസ് ഐറ്റമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനിത് ആദ്യമായിട്ട് കഴിച്ചത് എൻ്റെ അമ്മ ഒരു തവണ ഉണ്ടാക്കി തന്നപ്പോഴാണ്. അമ്മ പറയുന്ന അമ്മയുടെ ചെറുപ്പത്തിലൊരു കല്യാണത്തിന് പോയപ്പോൾ കിട്ടിയ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു ഡിഷായിരുന്നു. അങ്ങനെയാണ് അമ്മ ഇത് ആദ്യമായിട്ട് കണ്ടത്. അന്നത്തെ കുക്കിംഗ് ബുക്സും റെസിപ്പീസും നോക്കിയിട്ടാണ് അമ്മ ഇതിൻ്റെ റെസിപ്പി കണ്ടുപിടിച്ച് ഒരിക്കലും ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നത്. നമ്മൾ ഈ പ്രായം മുന്നോട്ട് പോകും തോറും എനിക്ക് തോന്നിയൊരു കാര്യം, പണ്ട് കഴിച്ചതും പണ്ട് ചെയ്തതുമായ ഓർമ്മകളിലോട്ട് തിരിഞ്ഞുപോക്കായിട്ടാണ് എനിക്ക് ശരിക്കും തന്നെ തോന്നുന്നത്. പണ്ട് കഴിച്ച പല സാധനങ്ങളും
ഇപ്പം കുക്കിംഗ് അറിയാത്ത ഞാൻ ഭയങ്കരമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാട്ടോ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത്. സ്കോച്ച് എഗ്ഗ് നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ന്യൂ ഇയറിന് പറ്റിയില്ലെങ്കിൽ എന്നാ, ഈസ്റ്റർ വരുന്നുണ്ടല്ലോ. നമ്മുടെ ഡെസേർട്ടിന് ഇപ്രാവശ്യം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് പാവ്ലോവയാണ്. അതിൻ്റെ കൂട്ടത്തിൽ സ്പ്രെഡ് ചെയ്യാനായിട്ട് ഞാൻ ലെമൺ കേർഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ടോപ്പ് ചെയ്യാൻ കുറച്ച് ഫ്രൂട്ട്സും. ടേബിൾ സെറ്റിങ്ങിന് ഇപ്രാവശ്യം കുറച്ച് മലാഗമാരെയാണ് കേട്ടോ വെച്ചേക്കുന്നത്. പാവ്ലോവ ന്യൂസിലൻഡിൻ്റെ അഭിമാനമായ സാധനമാണ്. അപ്പോൾ അതിനെ പല രീതിയിൽ ക്രീം ഇട്ടിട്ട് ഫ്രൂട്ട്സ് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ഞാൻ പക്ഷേ ഇപ്രാവശ്യം മിനി പാവ്ലോവ വാങ്ങിച്ചു, കാരണം ഇത് വളരെ സ്വീറ്റാണ്. പാവ്ലോവ ഉണ്ടാക്കുന്ന റെസിപ്പി അറിയണമെങ്കിൽ പല പേജസിലും ഉണ്ട്, നാട്ടിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇനി നിങ്ങളിത് ന്യൂസിലാൻഡിലോ ഓസ്ട്രേലിയ ഉള്ളവരാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലെമൺ കേർഡിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഷോർട്സിൽ ഇടുന്നുണ്ട്, ഇതിൻ്റെ കൂടെ ഇട്ടേക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പം പാവ്ലോവയുടെ നടുക്ക് ഇങ്ങനെ ചെറുതായിട്ട് സ്പേസ് ഉണ്ടാക്കിയ ശേഷം ഇനി നമുക്ക് ക്രീം ഫില്ല് ചെയ്യാം കേട്ടോ. ക്രീമും ബെറീസും ഇട്ടാൽ മതി. പക്ഷെ ഞാൻ ഇപ്രാവശ്യം ഇച്ചിരി വെറൈറ്റി ആക്കാൻ വേണ്ടി ബ്രിട്ടീഷ് അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പി അല്ല ബ്രിട്ടീഷ് സ്പ്രെഡായ ലെമൺ കേർഡിന് ഇടാൻ തീരുമാനിച്ചു. അപ്പോൾ ലെമൺ കേർഡ് ഓൾറെഡി ഞാൻ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഇത് ബ്രെഡ് ടോസ്റ്റിൻ്റെ കൂടെയും തേക്കാൻ പറ്റുന്ന ഒരു സ്പ്രെഡാണ് ലെമൺ കേർഡ്. ഇത് നാട്ടിലുള്ളവർക്കും ഉണ്ടാക്കാൻ കേട്ടോ. ഒരു 4 വീക്സ് വരെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പ്രെഡാണ്. അപ്പം നമ്മുടെ പാവ്ലോവയുടെ അകത്ത് ലെമൺ കേർഡിനെ ഇതുപോലെ ഫിൽ ചെയ്ത ശേഷം ബ്ലൂബെറി ആണ് കേട്ടോ കോമ്പിനേഷൻ. ലെമൺ കേർഡിൻ്റെ കൂടെ 2 ബ്ലൂബെറി ഗ്ലാമറിന് വെച്ച് കഴിഞ്ഞാൽ സ്വീറ്റും റെഡി ആയിരിക്കുവാണ്. അങ്ങനെ അടിപൊളിയായിട്ട് ടേബിൾ സെറ്റ് ചെയ്ത ഹാപ്പിനെസ്സിലായിരുന്നു ഞാൻ. ലെമൺ കേർഡിൻ്റെ റെസിപ്പി ഞാനിതിൻ്റെ നമ്മുടെ ഷോർട്സിൽ ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പ്ലീസ് ഒന്ന് കയറി നോക്കണേ. അപ്പം ക്രിസ്മസ് ആയിക്കോട്ടെ, ന്യൂ ഇയർ ആയിക്കോട്ടെ, ഇതേപോലെ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് കുറേ അധികം ഫോട്ടോസൊക്കെ എടുക്കുന്നതാണ് എൻ്റെ സന്തോഷം. അങ്ങനെ നമ്മുടെ മെനു ഫുള്ളി കംപ്ലീറ്റ് ആയിക്കുവാണ്. അപ്പം ഞാനായിരുന്നു ഡെസേർട്ടും സ്റ്റാർട്ടറും ടേബിൾ സെറ്റിങ്ങും വീട് ക്ലീനിങ്ങും എല്ലാം. ബാക്കി പാലപ്പം, ഫിഷ് മോളി പോലുള്ള മെയിൻ ഐറ്റംസ് പോളായിരുന്നു. ആൻഡ് നമ്മുടെ ടേബിൾ ഡെക്കറേഷൻസ് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നിങ്ങളുടെ ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിനകത്തുനിന്ന് 2 ഐറ്റംസ് എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനുണ്ട്. ഒന്ന് ഈ കാണുന്ന സ്കോച്ച്, കണ്ടു കഴിഞ്ഞാൽ ആനമുട്ട പോലെ തോന്നുമെങ്കിലും അടിപൊളി ഐറ്റമാണ്, കാണിച്ചു തരാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതിനെ കഴിക്കേണ്ടത് 2 പേര് കൂടിയിട്ടാണ്. ഇതിനെ കട്ട് ചെയ്ത് വേണം കഴിക്കാൻ. ടിജോയ്ക്കും നീതുവിനുമാണ് ആദ്യത്തേത് കൊടുത്തത്. ഇതാന്നൊക്കെ അവർ കട്ട് ചെയ്തിട്ട് വരുമ്പോൾ കിട്ടുന്നൊരു ഹാപ്പിനെസ് ആക്ച്വലി വളരെ സ്പെഷ്യലാണ്. ഞങ്ങളും ഒരു മുട്ടേനെ പൊട്ടിച്ച് കഴിച്ചു. അങ്ങനെ ഹാപ്പി ആയിട്ട് സ്കോച്ച് എഗ്ഗ് കഴിച്ച് നമ്മൾ ന്യൂ ഇയർ ആഘോഷിച്ചു. ആൻഡ് എനിക്ക് കിട്ടിയ സ്കോച്ച് എഗ്ഗിനകത്ത് സത്യം പറഞ്ഞാൽ 2 ഉണ്ണി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ലഞ്ചല്ല, ആക്ച്വലി ബ്രഞ്ചായിരുന്നു ന്യൂ ഇയറിൻ്റെ ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമ്മുടെ സ്കോച്ച് എഗ്ഗിൻ്റെ കോമ്പിനേഷൻ കെച്ചപ്പാണ് കേട്ടോ, വേറെ ഒന്നും കൂട്ടി കഴിക്കല്ലേ. അതുപോലെ ഫിഷ് മോളി കാണിച്ചില്ലല്ലോ, കിടുവായിരുന്നു. ആവോലി മീനും ഇച്ചിരി ചാറ് കൂടി പോയെങ്കിലും എന്നാലും നല്ല ടേസ്റ്റുള്ള അടിപൊളി ഫിഷ് മോളിയായിരുന്നു. അപ്പം അടുത്ത വീഡിയോയിൽ വേറെ വിശേഷങ്ങളോട്ട് നമുക്ക് കാണാം. നമ്മുടെ ബാലി വിശേഷങ്ങൾ ഇനിയും വരാനുണ്ട് കേട്ടോ. തൽക്കാലം ബേർഡ് കോഫി സൈനിങ് ഓഫ്. ഒരിക്കൽ കൂടെ എല്ലാവർക്കും വിഷിംഗ് എ വെരി ഹാപ്പി ആൻഡ് ബ്ലെസ്സഡ് 2024. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സ്കോച്ചെഗും ലെമൺ കേർഡും ഉണ്ടാക്കി നോക്കാൻ മറക്കണ്ട കേട്ടോ. അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.